റൗണ്ടിന്റെ പേര് മാലപ്പടക്കം. നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. ആണ്, അല്ല, യെസ്, നോ, ആയിരിക്കാം, അല്ലേ, ഇതൊന്നും വേണ്ട. ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക. നിങ്ങളുടെ ശരി തെറ്റുകളാണ് നിങ്ങളുടെ ജയപരാജയങ്ങൾ ഇവിടെ നിശ്ചയിക്കാൻ പോകുന്നത്. ഈ കൂട്ടത്തിൽ ആരോട് ആദ്യം ചോദ്യം ചോദിക്കണം? നമുക്ക് രാജേഷ് പറവൂരിനോട് ചോദിക്കാം. മഴയത്ത് കുട ചൂടുന്ന ചില കുരങ്ങന്മാരുണ്ട്. തെറ്റ്. ഒളിമ്പിക്സ് സ്വർണം മുക്കുവണ്ടമാണ്. തെറ്റ്. കേരളത്തിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണുള്ളത്. തെറ്റ്. മോഹൻലാൽ ലാലേട്ടനായിട്ട് അഭിനയിച്ച ചിത്രമാണ് യുവനോത്സവം. ശരി. മത്സ്യങ്ങൾ മരം കയറാറുണ്ട്. ശരി. രാജേഷ് പറവൂർ. നോക്കാം എത്ര എണ്ണം ശരിയുണ്ടെന്ന്. മഴയത്ത് കുട ചൂടുന്ന ചില കുരങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു ചേട്ടൻ. തെറ്റ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഒറാങ്കുട്ടൻ എന്ന് പറയുന്ന ഒരു കുരങ്ങന്റെ വിഭാഗമുണ്ട്. ഒറാങ്കുട്ടൻ കൈക്ക് നീളമായിട്ട് ലോകപരാജയമായിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. മലേഷ്യയിലൊക്കെ പോയ സൂല് നമുക്ക് അതിനെ മടിയിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇത് മഴ വന്നാൽ ഇല പിടിത്ത് കുട പോലെ പിടിക്കും. അതിനുള്ള ബുദ്ധിയുണ്ട് മനുഷ്യനെ പോലെ ഒഴിമാറാനുള്ള. ഒറാങ്കുട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാട്ടിലെ മനുഷ്യൻ എന്നുള്ളതാണ് ഒറാങ്കുട്ടൻ. അതുപോലെ ഞാൻ ഇതിനെ കണ്ടിരുന്നത് അധികം നടക്കൂല. 2 സ്റ്റെപ്പ് വെച്ചിട്ട് പിന്നെ കൈ വെച്ച് ചുമ്മാ ഒരു മറക്കിൽ മറിഞ്ഞിട്ട് പിന്നെ നടന്നു പോകും. ഒരാവശ്യമില്ല തലകുത്തി മറേണ്ടത്. തലകുത്തി മറിഞ്ഞേ ഒറാങ്കുട്ടൻ പോവുള്ളൂ. ഒറാങ്കുട്ടൻ കുട ചൂടാറുണ്ട്. അപ്പോൾ മഴയത്ത് കുട ചൂടുന്ന കുരങ്ങന്മാർക്ക് 10 മാർക്ക് കൈവിട്ട് പോയി. ഒളിമ്പിക്സ് സ്വർണം മുക്കുകൊണ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ തെറ്റ് എന്ന് പറഞ്ഞു. എന്നാൽ അത് ശരിയാണ്. 92% വെള്ളിയാണ് ഒളിമ്പിക്സ് മെഡലുള്ളത്. പിന്നെ ബാക്കി സ്വർണം കവർ ചെയ്തിട്ട് സ്വർണം പൂശിയതാണ് കിട്ടുന്നത്. 1904-ലും 1908-ലും 1912-ലും മാത്രമാണ് ഒറിജിനൽ സ്വർണം സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് മുതലാവൂലെന്ന് ഒളിമ്പിക്സ് കമ്മിറ്റിക്കാർക്ക് മനസ്സിലായപ്പം സ്വർണ്ണക്കടക്കാർ സ്പോൺസർ ചെയ്താൽ പോലും നടക്കൂലെന്ന് മനസ്സിലായപ്പോൾ ഇവർ സ്വർണ്ണ മെഡൽ എന്നുള്ള പേര് നിലനിർത്തിക്കൊണ്ട് സ്വർണം ചെറുതായിട്ടൊന്ന് മാറ്റി. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ വേണ്ടെന്ന് വെച്ചതെന്ന് തോന്നുന്നു. പോകുന്നതല്ലാണ്ട് യഥാർത്ഥ സ്വർണ്ണമാണെങ്കിൽ നമ്മൾ കടത്തിക്കൊണ്ട് വന്നേനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, കേരളത്തിൽ ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. അടുത്ത ചോദ്യം. മോഹൻലാൽ ലാലേട്ടനായി അഭിനയിച്ച ചിത്രമാണ് യുവജനോത്സവം. ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. സർവകലാശാല കണ്ട സിനിമയാണോ? അതെ. ഇപ്പൊ ലാലേട്ടന്റെ കൂടെ രാജേഷ് പാണവള്ളി അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടത് ശരിയാണോ? ഞങ്ങള് രണ്ടുപേരുള്ള സിനിമയാണ്. ജിബു ജാക്കബിന്റെ സിനിമയാണ്. അതിലൊരു KSRTC കണ്ടക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. എത്ര സീനിലുണ്ട്? ഇപ്പൊ 2-4 ദിവസം വർക്ക് കഴിഞ്ഞു. ഇനി 2 ദിവസം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഗംഭീര വാർത്തയാണ്. പെട്ടെന്ന് ടെൻഷനില് നിങ്ങൾക്ക് ടെൻഷനോ? അല്ല, അങ്ങനെയല്ല. മാലപ്പടക്കം പോലെ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ബാങ്ക് മോഷണം വരെ നടത്തും നിങ്ങൾ. പിന്നെയാണ് നിങ്ങൾക്ക് ടെൻഷൻ എന്ന് പറയുന്നത്. യാതൊരു മര്യാദയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മത്സ്യങ്ങൾ മരം കയറാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് ശരിയാണ്. ക്ലൈബിംഗ് ഗൗരാമി എന്ന് പറയുന്ന മീൻ മരത്ത് കയറാറുണ്ട്. അനബാസ് എന്ന് പറയുന്ന മത്സ്യം മരം കയറാറുണ്ട്. മാൻഗ്രോവ് കില്ലി ഫിഷ് എന്ന് പറയുന്ന ഒരു മത്സ്യവിഭാഗം മരത്തിൽ കയറാറുണ്ട്. മഴക്കാലത്ത് തെങ്ങിൻ്റെ മേളിൽ നിന്ന് വരെ തെങ്ങിൻ്റെ ഈർപ്പത്തിലൂടെ മേളിലേക്ക് കയറിയിട്ട് തെങ്ങിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ വരെ പല സ്ഥലത്തുമുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം മത്സ്യങ്ങൾ മരം കയറാറുണ്ട്. അത് ശരി. രാജേഷ് പറവൂരിന് ഈ റൗണ്ടിൽ കിട്ടിയ മാർക്ക് 20 മാർക്ക്. അടുത്ത ചോദ്യം രാജേഷ് പാണാവള്ളിയോടാണ് വരുന്നത്. ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. കരയുമ്പോൾ ചിരിക്കുന്നതിനേക്കാളും മുഖത്തെ പേശികൾ ചലിക്കും. ശരി. ആഫ്രിക്കൻ രാജ്യമായ ബറുണ്ടിയിലെ ഭാഷയാണ് കിറുണ്ടി. തെറ്റ്. കൊക്കിന് 2 കാലിൽ നിൽക്കാനാവില്ല. തെറ്റ്. യുദ്ധത്തിന് ആദ്യമായി റോക്കറ്റ് ഉപയോഗിച്ചത് ഇന്ത്യക്കാരാണ്. തെറ്റ്. ബഹിരാകാശത്ത് പോയി ജീവനോടെ തിരിച്ചെത്തിയ ആദ്യ ജീവി കുരങ്ങനാണ്. തെറ്റ്. രാജേഷ് പാണാവള്ളി ഒന്ന് കരയുന്നതായിട്ട് അഭിനയിച്ച്. ഞാൻ ആദ്യമായിട്ട് ഒരാൾ കരയുന്ന കാണിക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി ചിരിക്കുന്ന കാണുന്നത്. നിങ്ങളുടെ മനസ്സിത്ര ക്രൂരമാണ് ഓഡിയൻസെ. ഇനി ചിരിച്ചേ. ശബ്ദം മാത്രമേ ഉള്ളൂ. അല്ല, ചിരിയുണ്ട്. പേശി ഇളകിയത് നോക്കിയായിരുന്നോ? ശരിയാണ്. കരയുമ്പോൾ ചിരിക്കുന്നതിനേക്കാളും മുഖത്തെ പേശികൾ ചലിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് രാജേഷ് പാണാവള്ളി എന്നോട് ശരി എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. ശരിയാണ്. ചിരിക്കുമ്പോഴാണ് മുഖത്തെ പേശികൾ ഏറ്റവും കൂടുതൽ അനങ്ങുന്നതും. അതുകൊണ്ടാണ് ചിരി ആരോഗ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്. ഉത്തമമാണെന്ന് പറയുന്നു. ചിരി ആർദ്രമാണ്, അനന്തമാണ്, ഔഷധമാണ്. ചിരിപ്പിക്കുന്നവന്മാർ ഭാഗ്യവന്മാർ ചിരിക്കുന്നവരെക്കാളും. അല്ലേ? അതെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ആഫ്രിക്കൻ രാജ്യമായ ബറുണ്ടിയിലെ ഭാഷയാണ് കിറുണ്ടി. ആഫ്രിക്കയിലെ ബറുണ്ടി എന്ന് പറയുന്ന രാജ്യത്തെ ഭാഷ തന്നെയാണ് കിറുണ്ടി എന്ന് പറയുന്നത്.
ഫ്രഞ്ചും ആ രാജ്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും അവിടുത്തെ ഔദ്യോഗിക ഭാഷകളാണ്. കിറുണ്ടി എന്ന് പറയുന്ന ഭാഷയും ഫ്രഞ്ച് എന്ന് പറയുന്ന ഭാഷയും അവിടെ ഉപയോഗിക്കാറുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ ബറുണ്ടിയിലെ ഭാഷയാണ് കിറുണ്ടി. കൊക്കിന് രണ്ട് കാലിൽ നിൽക്കാനാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാജേഷ് പാണാവള്ളി തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. കൊക്കിന് രണ്ട് കാലം നിൽക്കണേന് എന്നാ പ്രശ്നം? കൊക്കിന് സുഖമായിട്ട് രണ്ട് കാലം നിൽക്കാം. പിന്നെ ഇടയ്ക്ക് കൊക്കിങ്ങനെ ഒറ്റക്കാലം നിൽക്കും വെറുതെ ബോറടിക്കുമ്പോൾ എന്നുള്ളതല്ലാതെ കൊക്കിന് രണ്ട് കാലം നിൽക്കണതിന് യാതൊരു പ്രശ്നവുമില്ല. യുദ്ധത്തിന് ആദ്യമായി റോക്കറ്റ് ഉപയോഗിച്ചത് ഇന്ത്യക്കാരാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ താങ്കൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് ഇരുമ്പ് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരുപയോഗിച്ചിട്ടുണ്ട്, വിജയം കണ്ടെത്തിയിട്ടുണ്ട്. റോക്കറ്റുകൾ യുദ്ധത്തിന് വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇന്ത്യക്കാരാണ്. പിന്നെ ഞാൻ പറഞ്ഞു ബഹിരാകാശത്ത് പോയി ജീവനോടെ തിരിച്ചെത്തിയ ആദ്യ ജീവി കുരങ്ങനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. പട്ടിയല്ലേ? നമ്മളൊക്കെ വിചാരിക്കുന്നത് ആദ്യം പോയത് ലൈക്ക എന്ന നായയാണ് എന്നുള്ളതാണ്. റോക്കറ്റ് പുറപ്പെട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ ചൂടും പ്രഷറും താങ്ങാനാവാതെ ലൈക്ക എന്ന് പറയുന്ന പട്ടിയുടെ ലൈഫ് റോക്കറ്റ് വെച്ച് തന്നെ പോയി. 1957 ലൈക്ക എന്ന് പറയുന്ന പൊട്ടി പോയത്. 1959 2 കുരങ്ങന്മാർ, ഏബിളും ബേക്കറും, അതാണ് ആ കുരങ്ങന്മാരുടെ പേര്. അവരാണ് ശൂന്യാകാശത്ത് പോയിട്ട് ജീവനോട് തിരിച്ചെത്തിയ, ചോദ്യം ബഹിരാകാശത്ത് പോയി ജീവനോട് തിരിച്ചെത്തിയ ആദ്യ ജീവിയാണ്. അത് ഏബിളും ബേക്കറുമാണ്. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾ 3 പേരിൽ ഒരാൾ ഔട്ടാവും. അതിനു മുമ്പ് ജോഷി തുടക്കം തൊട്ട് നല്ല രസികനായിട്ട് ചിരിച്ച മുഖത്തോടെ നിൽക്കുകയാണ്. ജോഷി ശ്രദ്ധിച്ചു കേട്ടോ, ചടവടെ ഉത്തരം പറഞ്ഞു. ATM പിൻ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ആക്കാം. ശരി. ചാർലി ചാപ്ലിന് ഓസ്കാർ കിട്ടിയിട്ടില്ല. ശരി. ഓസ്ട്രേലിയയിൽ മനുഷ്യരുടെ ഇരട്ടി കങ്കാരുക്കളുണ്ട്. ശരി. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ജീവിയാണ് ആന. തെറ്റ്. വലത്തെ ശ്വാസകോശം ഇടത്തേതിനേക്കാൾ വലുതാണ്. ശരി. ജോഷി ചിരിച്ച മുഖത്തോടെ നിൽക്കുകയായിരുന്നു. ബാക്കി രണ്ടുപേരും മത്സരിക്കുമ്പോഴും ജോഷി മത്സരിക്കുമ്പോഴും അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഇവർ രണ്ടുപേരും മത്സരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ചിരിയൊക്കെ പോയി. ജോഷി ചേട്ടൻ ഇപ്പോഴും ചിരിച്ചു തന്നെ ഇരിക്കുകയാണ്. പോയാ പോയി, കിട്ടിയാ കിട്ടി, അത്രയല്ലേ ഉള്ളൂ. അതിന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ATM പിൻ നമ്പർ ഇഷ്ടമുള്ള നമ്പർ ആക്കാമെന്ന് ഞാൻ പറഞ്ഞു. ജോഷി ഭായി ശരി എന്ന് പറഞ്ഞു. ശരി തന്നെയാണ്. 10 മാർക്ക്. അതിലൊരു ഓപ്ഷൻ തന്നെയുണ്ട്, ചേഞ്ച് പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കയറി അത് ചെയ്യാവുന്നതാണ്. ചാർലി ചാപ്ലിൻ ഓസ്കാർ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. 3 തവണ ചാർലി ചാപ്ലിൻ മേടിച്ചത് പിന്നെ എന്തിനാണ്? സോറി പെട്ടെന്ന് ടെൻഷൻ്റെ പുറത്ത്. 72 ചാർലി ചാപ്ലിൻ ഓസ്കാർ അവാർഡ് മേടിച്ചതിന് ശേഷമുള്ള പ്രസംഗം വളരെ പ്രശസ്തമായിരുന്നു. യൂട്യൂബിലൊക്കെ തപ്പിയാൽ നമുക്ക് ഇപ്പോഴും അത് കാണാൻ സാധിക്കുന്ന ഒരു പ്രസംഗമാണ്. 3 തവണയാണ് കിട്ടിയത്. അതിൽ 2 തവണ ഓണററി ഓസ്കാറാണ് ചാർലി ചാപ്ലിന് കിട്ടിയത്. നമ്മൾ തമാശ തൊഴിലായി സ്വീകരിച്ചവർ എന്ന രീതിയിൽ നമ്മളത് മനസ്സിലാക്കി വെക്കണം. പക്ഷെ ഞാൻ ചോദിച്ചു ഓസ്ട്രേലിയയിൽ മനുഷ്യരുടെ ഇരട്ടി കങ്കാരുകളുണ്ട് എന്ന്. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. ആസ്ട്രേലിയയിലെ ജനസംഖ്യ ഏകദേശം ഒരു 3 കോടിയോളമാണ്. കങ്കാരുവിന്റെ ജനസംഖ്യ 6 കോടിയോളമാണ്. പിന്നെ ഞാൻ ചോദിച്ചു കരയിലെ ഏറ്റവും ഉയരം കൂടിയ ജീവിയാണ് ആന. അപ്പോൾ നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. ആനയ്ക്കിന് 3.5 മീറ്ററൊക്കെ പൊക്കം വരുവാണെങ്കിൽ 5.5 മീറ്റർ പൊക്കമുള്ള വേറൊരു അളിയനുണ്ട്, ജിറാഫ്. അതെ, ജിറാഫിനാണ് അത്രയും പൊക്കമുള്ളത്. വലത്തെ ശ്വാസകോശം ഇടതിനേക്കാൾ വലുതാണ് എന്ന് ഞാൻ പറഞ്ഞു. കണ്ണും പൂട്ടി നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് ശരിയാണ്. 10 മാർക്ക്. ചേട്ടൻ വളരെ ശ്രദ്ധിച്ച പരസ്യം കണ്ടിട്ടുണ്ടല്ലേ? മറ്റേ ശ്വാസകോശത്തിന്റെ പരസ്യത്തിനകത്ത് ഒരു ശ്വാസകോശം മാത്രം ഇത്ര വലുതായിട്ടിരിക്കുന്നത്. അല്ല, ഇത് GK ഒക്കെ നേരത്തുള്ള ഇത് തന്നെ ഇരുന്നു. അതൊന്നും എനിക്ക് കാണേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് GK കൊള്ളത്തുള്ള ചോദ്യമല്ല. ചോദ്യം ചോദിച്ചു ഞാനിപ്പോ ആരായി? വലിയ കാര്യം ഞാൻ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പിള്ളേരോട് ചോദിക്കണം. എന്താണ് കാരണം? അതെനിക്കറിയില്ല. എന്നാ ഇടതാണ് നമ്മുടെ ഹൃദയം ഉള്ളത്. കരൾ അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ കരളും ഹൃദയവും സ്ഥലം എടുത്തപ്പം ശ്വാസകോശം ചെറുതായിട്ട് തള്ളി പോയി. 40 മാർക്ക് വേണ്ടി ലീഡ് എടുത്തിരിക്കുകയാണ്. തൊട്ടുപുറകെ 20 മാർക്കുകളുമായി രാജേഷ് പറവൂർ ശക്തിയുക്തം അവിടെ നിൽക്കുകയാണ്. എന്നാൽ കേവലം 10 മാർക്കുകളോട് കൂടി രാജേഷ് പാണാവള്ളി തേടിയ പാണാവള്ളി കാലും ചുറ്റി എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. പാണാവള്ളി വരൂ. ഓക്കെ.
പാണാവള്ളി അധികം ആരും അനുകരിക്കാത്ത നടന്മാരെ ആരെങ്കിലും അനുകരിക്കുമോ? ആമേൻ എന്ന ചിത്രത്തിൽ ജോയ് മാത്യു സാറിന്റെ ശബ്ദം. ആ, കുമരങ്കിരി പള്ളി വികാരി ഫാദർ ഒറ്റപ്ലാക്കൻ. പള്ളിയിൽ സ്വർണം കൊണ്ട് കൊടിമരം വേണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. കപ്പിയാർ മണിയടിക്കാൻ വന്നാ മണിയടിച്ചാൽ മതി. പറഞ്ഞ് മനസ്സിലാവുണ്ടോ ആർക്ക്? ചെല്ല്. അല്ല പിന്നെ. അതാണ് എനിക്കും പറയാനുള്ളത്. ചെല്ല്. അല്ല പിന്നെ. സമ്മാനങ്ങൾ എടുത്തു കൊടുക്കും നന്ദിനി.